ഒരുപാട് പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് വീഡിയോയുടെ മുന്നിലേക്ക് വരിക. നമുക്ക് മെഗാ 7am ആണ് അല്ലേ? മെഗാ 7am എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും പ്രത്യേകതകൾ നിറഞ്ഞ 7am ആയിരിക്കും അല്ലേ? അപ്പം എല്ലാവരും വീഡിയോയുടെ മുന്നിലേക്ക് വരിക. നിങ്ങളുടെ ജോലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-45 മിനിറ്റ് ഈ ഒരു വീഡിയോയുടെ മുന്നിൽ വന്ന് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കേട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മള് പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഫിജി കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, മാസങ്ങളായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ നമ്മൾ എത്ര 7am പ്രോപ്പറായിട്ട് കേട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എത്ര എണ്ണം കേട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കണം. ഞാൻ ഏകദേശം അതിന്റെ മുക്കാൽ അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള മുക്കാൽ 7amകളും ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്. കാരണം ഭൂരിപക്ഷം ആൾക്കാരും കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ റേഡിയോ കേൾക്കുന്ന പോലെ ഭൂരിഭാഗം ആൾക്കാരും കേൾക്കുന്നുണ്ട്. എന്താണ് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് മനസ്സിലേക്ക് അതിന്റെ അർത്ഥത്തോട് കൂടിയിട്ട് ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ ആ രാവിലെ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഉച്ചയൊക്കെ ആവുമ്പോൾ ഒന്ന് ഓർത്തെടുത്ത് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ എഴുതാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ രാവിലെ ചിലപ്പം 7am കേൾക്കുന്ന മൊമെന്റിൽ നിങ്ങൾ പോയിന്റുകൾ നോട്ട് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളത് ഒരു ഉച്ചയൊക്കെ ആവുമ്പം ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. കാരണം പലപ്പോഴും നമുക്ക് ആ പോയിന്റ് ഓർത്ത് നോട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഞാൻ ഒന്ന് കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ആ പോയിന്റ് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായും നമ്മൾ ഇവിടെ അർപ്പിച്ചിരുന്നിട്ടില്ല. ആ അർപ്പിച്ചിരിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആ പോയിന്റ് ഓർത്തെടുത്ത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ നോട്ട് ചെയ്ത് എഴുതാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു ലീഡർ വിളിക്കുന്ന സമയത്തായിരിക്കും ഇന്ന് 7am എന്തൊക്കെയായിരുന്നു പറഞ്ഞത് മനസ്സിലായി, അതൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചിലപ്പോൾ ആലോചിച്ച് പോവുക. പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ സിറ്റുവേഷൻസ്. അപ്പൊ തന്നെ ഞാൻ ആലോചിക്കുന്നത് എന്താ ഇങ്ങനെ സംഭവിക്കുക, കാരണം ഞാൻ കേട്ടതാണല്ലോ. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന പ്രോപ്പർ ആയിട്ട് കേൾക്കാത്തത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഇപ്പൊ 7am എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സംസാരിക്കുന്ന വ്യക്തികൾ അതാരും ആയിക്കോട്ടെ, ഏത് ലീഡറും ആയിക്കോട്ടെ, അവരവരുടെ ടൈം ഏകദേശം 1 മണിക്കൂർ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് അല്ലെ. ഏത് ടീമോ ആയിക്കോട്ടെ, ഏത് ലീഡറും ആയിക്കോട്ടെ, ഏത് റാങ്കോ ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആ ഒരു 7am മാത്രമല്ല, ഏത് പ്രോഗ്രാം ആണോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ ആണെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചവർ സംസാരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആ സംസാരിക്കുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, റെസ്പെക്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ കണ്ടന്റിന് റെസ്പെക്ട് കൊടുക്കുക, അത് കൃത്യമായിട്ട് കേൾക്കാൻ എന്ത് ചെയ്യുക, തയ്യാറാവുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നെ ഓൾറെഡി ഇവിടെ പരിചയപ്പെടുത്തി, എന്റെ പേര് ജിഷ്ണു എന്നാണ്. സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് പുതിയ ജോയിനിങ്ങുകൾ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ എന്നെ കേട്ടുകൊണ്ട് ഈ സ്ക്രീനിൽ ഇരിപ്പുണ്ട്. ചിലപ്പോൾ എന്നെ അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. അപ്പം അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ്, അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി കൂടിയാണ് ഈ ഒരു 7am ഞാൻ സംസാരിക്കുന്നത്. അപ്പം മിക്സ് ചെയ്ത് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടന്റിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്ന കണ്ടന്റ് തൊട്ട്, അല്ലെങ്കിൽ ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ എന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഞാൻ എന്റെ ഈ ഒരു 6 വർഷത്തെ ജേണി, ഞാൻ ഏകദേശം 6 വർഷമായി ഫിജി കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 6 വർഷം പൂർത്തിയായി കഴിഞ്ഞു. മെയ് മാസമായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത ഡേറ്റ്. 6 വർഷം കഴിഞ്ഞു. ഇപ്പൊ ആദ്യത്തെ എന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ചിലപ്പോൾ മിക്കപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള വാക്ക് ആയിരിക്കാം. അത് എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രാധാന്യങ്ങൾ നൽകി എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഒരു വാക്കെന്ന് പറയുന്നത് നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. നോ പെയിൻ, ഇതിൽ എന്താ എത്ര അർത്ഥമുള്ളത്? നോ പെയിൻ നോ ഗെയിൻ. പെയിൻ ഇല്ലാതെ എന്തില്ല, വിജയമില്ല, അല്ലെങ്കിൽ പെയിൻ ഇല്ലാതെ നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ സാധിക്കില്ല, അല്ലെ? നോ പെയിൻ നോ ഗെയിൻ. നിങ്ങൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇത് എല്ലാവർക്കും, എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യമായിരിക്കാം. ഇപ്പൊ നോ പെയിൻ അല്ലെങ്കിൽ പെയിൻ, ഈ പെയിനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു വിജയം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. പെയിൻ ഇല്ലാതെ ഗെയിൻ ഇല്ല, ഉയർച്ചയില്ല. ഇപ്പം ഞാൻ ഫിജിക്കാർഡ് വരുന്നതിന് മുന്നേ ഏകദേശം ഞാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാളാണ്. അതിനുശേഷം AC ടെക്നീഷ്യനായിട്ട് AC ടെക്നീഷ്യൻ പഠിക്കാനായിട്ട് IT പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ AC ടെക്നീഷ്യൻ ഒരു 4 വർഷം എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല ജില്ലകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം വർക്ക് ചെയ്തത് എറണാകുളത്താണ്. ആ സമയത്ത് കൊറോണ വന്ന സമയത്താണ് ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. ഇതിനു മുന്നേ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അതൊന്നും എടുത്തു പറയുന്നില്ല. ഞാൻ മെയിനായിട്ട് ചെയ്ത ജോലി എന്ന് പറയുന്നത് ഈ പറയുന്ന AC ടെക്നീഷ്യൻ ആണ്. പക്ഷെ AC ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. കാരണം കൃത്യമായിട്ട് വരുമാനമില്ല, പക്ഷെ വർക്ക് ഒരുപാട് ചെയ്യേണ്ടി വരുന്നു, ഓവർനൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരുന്നു, നട്ടുച്ച വെയിലത്ത്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ എറണാകുളത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട്, കലൂർ സ്റ്റേഡിയം. ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും ടോപ്പിൽ ഉച്ചയ്ക്ക് 12-ാം മണിക്ക് നട്ടുച്ച വെയിലത്ത് പണിയെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് അതിലെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ അത് അനുഭവിച്ച് അത്രയും ആ ഒരു രീതിയിലൊക്കെ പണിയെടുത്ത സമയത്ത് എപ്പോഴോ ഉള്ളിലുണ്ട് എന്ത്, എങ്ങനെയെങ്കിലും ഒക്കെ നല്ല വരുമാനത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ നല്ല രീതിക്ക് പോകണം എന്നൊക്കെ ഇവിടേക്കോ ഉണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം, നമ്മുടെ പഠിപ്പ്, ഇതെല്ലാം വെച്ചിട്ട് നമുക്കത് കൂടുതലായിട്ട് സ്വപ്നം കാണാനായിട്ട് എന്ത് ചെയ്തിരുന്നില്ല, പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഓക്കെ ഇതാണ് ഇനി എന്റെ ലൈഫ് എന്ന് നമ്മൾ വിധി എഴുതുമല്ലോ. ഇനി എന്റെ ലൈഫ് ഇതാണ്, വേറെ ഒന്നും നടക്കാനില്ല, നീ AC ടെക്നീഷ്യനൊക്കെ ആയിട്ട് മുന്നോട്ടങ്ങ് പോകണം എന്നുള്ള ഒരു മൈൻഡിൽ, എന്നാൽ എവിടെയോ രക്ഷപ്പെടണം എന്നൊരു ചിന്തയുമായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന കൊറോണ എന്ന് പറയുന്ന മഹാമാരി വരുന്നതും, COVID-19 വരുന്നതും. ആ സമയത്ത് ഞാൻ എപ്പോഴും പറയാം, എൻ്റെ ഒരു സുഹൃത്താണ് സബിത മേഡം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ സബിത മേഡമായിട്ടുള്ള കോണ്ടാക്ട്സുകൾ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ നമ്മൾ കാണുന്നതാണ്, മീറ്റ് ചെയ്യുന്നതാണ്, ഈ പറയുന്ന ഓഡിയേഷൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ്, ആക്ടിങ് വർക്ക്ഷോപ്പുകൾ പങ്കെടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിചയം ഉള്ളത് കൊണ്ട് അപ്പൊ ഞാനിങ്ങനെ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും, ഞാൻ കൊറോണയൊക്കെ ആയ അടുത്ത് നിൽക്കുന്ന ലോക്ക്ഡൌൺ ഒക്കെ ആവാത്ത സമയത്ത് എന്നോട് സബിതാമ്മയുടെ ഇങ്ങനെ ചോദിച്ചു, വീട്ടിലൊന്നും പോകുന്നില്ലേ ചോദിച്ചു. ഉടനെ ലോക്ക്ഡൌൺ ഒക്കെ വരും, വീട്ടിലൊന്നും പോകും. ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, പൈസയൊന്നും ഇല്ല, അപ്പം ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാലും പൈസയൊന്നും ഇല്ലാതെ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിക്കുമായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പോകുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ഇവിടെ ലോക്കായി പോകുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓക്കെ പോവാന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഞാനിവിടെ നാട്ടിൽ വരുന്നതും, ഞാൻ നാട്ടിൽ വന്നതിന്റെ പിറ്റേ ദിവസം ഉണ്ടായിരുന്നു ലോക്ക്ഡൌൺ ആയി. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയും ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നടക്കാറുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും ചിന്തിച്ചിട്ടാണ് അത് പറയുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ ചെന്ന് ഇരിക്കുന്ന അങ്ങനെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ പോയി. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് വീട്ടിലൊക്കെ ഇരുന്ന് ബന്ധുക്കളോടൊപ്പം മറ്റേ നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് ശബ്ദം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള. അതൊക്കെ വളരെ എൻജോയ് ചെയ്ത് ഭയങ്കര വീട്ടുകാർക്കൊപ്പം ആഘോഷിച്ച് നടന്ന ഒരു സമയം. അങ്ങനെ ഇരിക്കെയാണ് ഈ സബിതാമ്മയുടെ എന്നെ ഒന്നും കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, ഒരു വൈകുന്നേര സമയമാണെന്ന് തോന്നുന്നു, എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ, നിനക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമാണോ, വീട്ടിലേക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ആവശ്യമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ മന്ത്ലി മാസം സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി നമ്മുടെ വീട്ടിലുണ്ട്. വീട് ചെറുതാണെങ്കിലും ആ ഒരു സമ്പ്രദായം എപ്പോഴും ഉണ്ട്. ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, സ്റ്റോക്ക് ചെയ്ത് വെക്കും.
അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് ഇങ്ങനെയാണ് സാഹചര്യം, നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട്, അപ്പൊ നമുക്കിപ്പോ പ്രത്യേകിച്ചൊന്നും വേണ്ട. അല്ല, ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, പ്ലാനോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ബോബി ചെമ്മണ്ണൂന്റെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അന്ന് എനിക്ക് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഒന്നും കയ്യിലില്ല. പക്ഷെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്ത് ചെയ്തു, ആരൊക്കെയോ ചോദിച്ചപ്പോ ഇങ്ങനെ കടം വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതെന്താണ് ഏതാണെന്ന് ഒരു എത്തും പിടിയില്ല, എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ജസ്റ്റ് എന്നോട് ഇത് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പിന്നീടാണ് ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എനിക്ക്. ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സൂമിലൂടെയുള്ള പ്രോപ്പർ ഇതുപോലെ ഇരുന്നുള്ള ട്രെയിനിങ് അല്ല, അന്ന് ഫുൾ കോളാണ്. എന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വിളിച്ച് അതിനകത്ത് സംസാരിച്ച് ഇങ്ങനെ ചെയ്യണം, ഈ രീതി ചെയ്യണം എന്ന് പറഞ്ഞു തന്ന് ആണ് നമുക്ക് ഓരോ ട്രെയിനിങ് തരുന്നത്. അതിനുശേഷം സൂമിൽ ഒരു പ്ലാൻ പ്രസന്റേഷൻ, വൈകുന്നേരങ്ങളിൽ നടക്കുന്ന പ്ലാൻ പ്രസന്റേഷനിൽ കയറാൻ തുടങ്ങി. അങ്ങനെ കയറാൻ തുടങ്ങിയ സമയത്താണ് ഫിജിക്കാർഡ് എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് എനിക്ക് മനസ്സിലായത്. ഇതിന്റെ വർക്ക് എന്താണ്, എന്ത് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള കാര്യത്തിൽ മനസ്സിലായത്. അങ്ങനെ എന്ത് ചെയ്തു, ഓക്കെ, ഇത് മനസ്സിലാക്കിയത് വെച്ചിട്ട് എന്ത് ചെയ്തു, പ്രവർത്തിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ലിസ്റ്റ് മേക്ക് ചെയ്തു. ഏകദേശം നമ്മുടെ വാട്സപ്പിലുള്ള കുറെ ലിസ്റ്റുകൾ മേക്ക് ചെയ്തു. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ എന്റെ കട്ടച്ചങ്കായിട്ടുള്ള എന്റെ സുഹൃത്തിനോടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ സുഹൃത്ത് എന്ത് ചെയ്തിട്ടില്ല, എടാ നിനക്ക് വേറെ പണിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടാണ് എന്നോട് പറയുന്നത്, വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉറ്റ സുഹൃത്തിന്റെ അടുത്ത് പോയിട്ട് ആദ്യം തന്നെ നെഗറ്റീവ് കിട്ടി. ഏകദേശം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 120 പ്രസന്റേഷൻ ഞാൻ കൊടുത്തു. ഈ പറയുന്ന തുടക്ക സമയത്ത് 120ഓളം പ്രസന്റേഷൻ കൊടുത്തിട്ട് പോലും എനിക്ക് ഒരു പോസിറ്റീവ് വാക്ക് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഓക്കെ എടാ ഞാൻ നോക്കാം, എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടുന്നത് നിനക്ക് വേറെ പണിയില്ലേ, നീ ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത്, കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് AC പണിക്ക് തന്നെ പൊക്കൂടെ, 1 രൂപ പോലും നിനക്ക് വരുമാനം കിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ പല 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 രീതിയിലുള്ള മറുപടികൾ കിട്ടിക്കൊണ്ട് വളരെ ഇവിടെയാണ് ഞാൻ പെയിനിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു പെയിൻ ഉണ്ടല്ലോ, നടക്കുമോ, അതായത് ഒരു ഡൗട്ട് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. ഇപ്പം ഇതേ സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ കടന്നു പോകുന്നത്. ഇത് നടക്കുവോ, കുറെ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നു, അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് നമ്മളെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതല്ല ഇത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് നടക്കും തോന്നുന്നില്ല, ഇങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനി മുന്നോട്ട് പോയിട്ടും കാര്യമുണ്ടാവില്ല എന്നൊക്കെയുള്ള പല തോട്ടുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ ഒരു മൊമെന്റിലൂടെയാണ് ഞാനും വന്നത്. അങ്ങനെ എന്ത് ചെയ്തു, കുറച്ച് നാൾ അപ്പം കുറച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മൈൻഡിൽ ഓൾറെഡി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്താണേലും നോക്കാം, ചെയ്തു, കുറച്ചുകൂടെ നോക്കാം. ആ ഒരു തോട്ട് ഉണ്ടാവുമല്ലോ, കുറച്ച് നാളൂടെ നോക്കാം, അല്ലെ കുറച്ചും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് സപ്പോർട്ടിങ് ഫാക്ടർ ആയിട്ട് സബിതാ മാഡം ഡെയിലി വിളിച്ചിട്ട് മോട്ടിവേഷൻ തരും. ഡെയിലി 7 AM കഴിഞ്ഞ ഉടനെ വിളിക്കും, സംസാരിക്കും, ഇത്ര മണിക്കൂർ സംസാരിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതിന്റെ പുറത്ത് വീണ്ടും എന്ത് ചെയ്യും, എല്ലാ ദിവസവും സബിതാ മാഡത്തോട് ചോദിച്ചാൽ മതി, എല്ലാ ദിവസവും മിനിമം 5 പ്രസന്റേഷൻ ഞാൻ എന്ത് ചെയ്യും, വൈകുന്നേരത്തേക്കുള്ളിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ അന്ന് BOP ആണല്ലോ കൂടുതൽ, ഈ സൂം പ്രസന്റേഷൻ ആണ്, നേരിട്ട് പോയി കാണാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്നാലും ലിസ്റ്റ് എടുക്കും, രാവിലെ തൊട്ടിരിക്കും, ഇൻവൈറ്റ് ചെയ്യും. ഇൻവിറ്റേഷൻ ഒക്കെ പക്കയായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇൻവിറ്റേഷൻ ഒക്കെ കൊടുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 5 പ്രസന്റേഷൻ കൊടുക്കാൻ രീതിയിൽ സെറ്റ് ചെയ്ത് ഞാൻ വെക്കും. പക്ഷെ ഈ 5 പ്രസന്റേഷൻ കയറുകയും ചെയ്യും കേട്ടോ, കൃത്യമായിട്ട് ഈ 5 പ്രസന്റേഷൻ വിളിച്ച് കയറ്റി അവരെ ഇടയ്ക്ക് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെയാ BOPകളിൽ ഓരോ മൊമെന്റിലും ഓരോ മിനിറ്റുകളിലും നമ്മൾ ഇങ്ങനെ നോക്കും, ടൈപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കും, അവരുണ്ടോ കേൾക്കുന്നുണ്ടോ. ഇനി അഥവാ ഇടയ്ക്കൊന്ന് മിസ്സായി, അവര് ഇടയ്ക്കൊന്ന് ലെഫ്റ്റ് ആയാൽ പോലും ഓൺ ദ സ്പോട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, വിളിക്കും, എന്ത് പറ്റി, ഒന്ന് കയറി കേട്ടോ, അവസാനം വരെ കേൾക്കുക കേട്ടോ, അവസാനം കേൾക്കാതെ പോരുത്, എന്തായാലും കയറിയല്ലേ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ 5 പ്രസന്റേഷൻ ഡെയിലി കൊടുക്കുമായിരുന്നു, ഡെയിലി. അവസാനം വൈകുന്നേരം ഇതെല്ലാം കൊടുത്ത് ഫോളോ അപ്പുകളൊക്കെ ഇങ്ങനെ ചെയ്യും. ഫോളോ അപ്പുകൾ മണിക്കൂറുകളോളം സബിതാ മാഡം ഫോണുകളിൽ ഇരുന്ന് ഫോളോ അപ്പ് ഞാനിത് കേട്ടോണ്ടിരിക്കും, എന്നോട് മ്യൂട്ട് ചെയ്തിരിക്കാൻ പറയും, ഇത് കേൾക്കാൻ പറയും,
കുറച്ച് നാൾ കഴിയുമ്പോൾ നീ ഒറ്റയ്ക്ക് പ്രസന്റേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് എന്ത് ചെയ്യുന്നത്, ഫോളോ അപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാനിതെല്ലാം കേട്ട് പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. കുറെ പ്രസന്റേഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും അവസാനം വൈകുന്നേരം നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമുണ്ടല്ലോ, വൈകുന്നേരങ്ങളിൽ എല്ലാം കഴിഞ്ഞ് ഒരു 10 മണി 11 മണിയൊക്കെ കഴിയുമ്പോഴേക്കും റിലാക്സ് ചെയ്താ ഓക്കെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു, അങ്ങനെ കട്ടിലിൽ ഇരിക്കുന്ന സമയം, ഈ സമയത്താണ് ഈ പെയിൻ കയറി വരുന്നത്. കാരണം നമ്മൾ അത്രയും നേരം എൻഗേജ്ഡ് ആണ് അല്ലെ, അത്രയും നേരം നമ്മൾ പല ജോലിയിൽ ഇൻവോൾവ്ഡ് ആണ്, ഒരുപാട് പേരോട് സംസാരിക്കുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, ടീം മെമ്പേഴ്സിനോട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ. ടീം മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 2 സൈഡ് ഉണ്ട്. അപ്പൊ ഈ ഇൻകം സൈഡ് എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു സൈഡ് മൂവ് ചെയ്യുന്നില്ല. ഒരു സൈഡ് ആണെങ്കിൽ അതിഗംഭീരമായിട്ട് എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോവാണ്. ഞാൻ കഴിഞ്ഞ് വന്നവരൊക്കെ റാങ്ക് അപ്ഡേറ്റ് ചെയ്യാനും റാങ്ക് ടച്ച് ചെയ്യാനും ഒക്കെ പാകത്തിന് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതൊരു വശത്ത്. ഒരു വശത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ പ്രസന്റേഷൻ തകൃതിയായിട്ട് നടക്കുന്നു, പക്ഷെ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പോസിറ്റീവ് റെസ്പോൺസിൽ അങ്ങോട്ട് എത്തുന്നില്ല. വൈകുന്നേരം കട്ടിലിൽ ഇങ്ങനെ ഭിത്തിയിലോട് ചാരി ഇരിക്കുമ്പോഴാണ് വിഷമങ്ങൾ ഉണ്ടാകുന്നത്. കണ്ണിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള കണ്ണുനീരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്ന ഒരു സമയം. കാരണം ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കാതെ പല പല രാത്രികളിലും കണ്ണ് നനയാതെ ഉറങ്ങിയിട്ടുള്ള സമയമില്ല. അത്രയും ഞാൻ വിഷമിച്ച് ബുദ്ധിമുട്ടി എന്ത് ചെയ്യും ഇനി, ഇതാരും എന്ത് ചെയ്യുന്നില്ല, ഏറ്റെടുക്കുന്നില്ലല്ലോ, ആരും ഇങ്ങോട്ട് എന്താണ് നമുക്ക് റെസ്പോൺസ് തരുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് പല രാത്രികളിലും കിടന്നുറങ്ങുന്നത്. പക്ഷെ രാവിലെ എണീക്കും, 6:30 ആകുമ്പോഴേക്കും എണീറ്റ് 7am കയറിയിരിക്കും. അതൊരു പ്രതീക്ഷയാണ്. ഇന്ന് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ, അല്ലെങ്കിൽ ഓക്കെ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ 7am എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ്. എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും അവിടെ സംസാരിച്ചോട്ടെ, പക്ഷെ അതൊരു പ്രതീക്ഷയാണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഇന്നേ വരെ ഒരു 7am പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. 7am എല്ലാം തന്നെ എന്ത് ചെയ്യും, അന്ന് തൊട്ട് കയറിയിരിക്കും, വീഡിയോ ഓൺ ചെയ്തിരിക്കും, കാണും. 7am കേൾക്കുമ്പോൾ പ്രത്യേക ഒരു ഊർജ്ജം നമുക്ക് വരും. ആ ഒരു ഊർജ്ജത്തിലാണ് അടുത്ത എന്ത് ചെയ്യുന്നത്, പ്രവർത്തിച്ച് അതായത് അടുത്ത ദിവസം രാത്രി 12 മണി അല്ലെങ്കിൽ 11 മണി വരെ പ്രവർത്തിക്കുന്ന ആ ഒരു ഊർജ്ജത്തിലാണ്. ഇതൊക്കെ റെഗുലർ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ദിവസം തോറും നമ്മുടെ വിഷമം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നിന്ന സമയത്താണ് ഇങ്ങനെ കുറെ ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ പറയുന്ന ആൾക്കാർ, അത് നമ്മുടെ കൂടെ അത്രയും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നവരായിരിക്കില്ല ബിസിനസ് ഏറ്റെടുക്കുക. ആ അനുഭവം എനിക്കുണ്ടായി. ഞാൻ എപ്പോഴും അത് എന്റെ പാർട്ട്നേഴ്സിനോട് പറയുകയും ചെയ്യും. എന്റെ കൂടെ അത്രയും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരല്ല എന്റെ കൂടെ ആദ്യം ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് അത്രയും പരിചയമുള്ള, എന്നെ അത്രയും പരിചയമുള്ള ആൾക്കാരല്ല വിജിക്കാളിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തത്. ഇവരുടെ അടുത്ത് എല്ലാം പറയുന്നുണ്ട്, പക്ഷെ നല്ല റെസ്പോൺസ് ഇല്ല. അങ്ങനെയൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകളിലൊക്കെ പോകുമ്പോഴും മാത്രം കണ്ട് പരിചയമുള്ള ഒരു മുഖം ഞങ്ങളുടെ ബന്ധു തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല, കോൾ ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ നമ്പർ എന്റെ അടുത്തില്ല. അങ്ങനെ കണ്ടു മറന്ന ഒരു മുഖം ഒരു ദിവസം ഫേസ്ബുക്കിൽ എനിക്ക് എന്ത് ചെയ്യാണ്, ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ റെഗുലർ ആയിട്ട് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടും ഫിജിക്കാരനെ കുറിച്ച്. അപ്പൊ ഫേസ്ബുക്കിൽ എനിക്ക് ഇങ്ങോട്ടൊരു ഹായ് വന്നു. എന്നിട്ട് ചോദിച്ചു, ജിഷ്ണു ഇത് എന്താ സംഭവം, ഇങ്ങനെ കുറെ നാളായിട്ട് നീ എന്തൊക്കെയോ ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഫേസ്ബുക്കിൽ ഒരു റിപ്ലൈ വന്നു. ആ റിപ്ലൈയിൽ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ആൾക്ക് എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഞാൻ നമ്പർ തരാമെന്ന് ചോദിച്ചു, നമ്പർ തന്നു. അദ്ദേഹത്തിന് സൂമില് പ്രോഗ്രാമിൽ കയറ്റി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, സബിതാ മേഡത്തിനെ കൊണ്ട് ഫോളോ അപ്പ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെ കുറെ ഫോളോ അപ്പുകൾ നടന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല. ഒരു സാധാരണക്കാരൻ, എന്നെക്കാട്ടിലും സാധാരണ ഒരാൾ. എന്റെ സാധാരണത്വം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എങ്ങനെയാണ് ഞാൻ വന്ന സാഹചര്യം. അതിനേക്കാളും സാധാരണ രീതിയിൽ ഉള്ള ഒരാള് പ്ലാൻ കേൾക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്ന മോതിരമാണെന്ന് തോന്നുന്നു, മോതിരം പണയം വെച്ചിട്ടാണ് അദ്ദേഹം ഫിജിക്കാളിൽ എന്റെ കൂടെ ഐഡിയ അടിക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കില്ല നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. ട്രെയിനിങ്ങുകളൊക്കെ കേൾക്കാറുണ്ടെങ്കിൽ പോലും നമ്മുടെ അനുഭവത്തിൽ വരുമല്ലോ. കാരണം അത്രയും നാളും നമ്മുടെ അത്രയും കൂടെ നിന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് ഒരു വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്നില്ല. അതേസമയം ഒരു പരിചയം ഇല്ലാത്ത, പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എവിടെയോ കണ്ട ഒരു ആള്, നമ്പർ പോലും കയ്യിലില്ലാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ കേൾക്കുന്നു. പ്ലാൻ കേട്ട് കാര്യങ്ങളൊക്കെ കേട്ട ഉടനെ ഓക്കെ പറയുന്നു. അദ്ദേഹത്തിന്റെ പൈസ കയ്യിലുണ്ടായി,
പൈസ എവിടെന്നെങ്കിലും മറിക്കുകയാണെങ്കിൽ ഓക്കെ. ഇത് കയ്യിലുണ്ടായിരുന്ന മോതിരം പണയം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് 120% ഫെയിലായ എനിക്ക് 121ാമത്തെ പ്രസന്റേഷനാണ് ഈ പറഞ്ഞ മോതിരം പണയം വെക്കുന്ന ആള്. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ 120 പ്രസന്റേഷനിലും ഈ പറഞ്ഞ പെയിൻ ആണ്, പെയിൻ. പക്ഷെ എന്തുണ്ട്, ഒരു പ്രതീക്ഷ എവിടെയോ ഉണ്ട്. വീണ്ടും വർക്ക് ചെയ്യുന്നു, വീണ്ടും അടുത്ത പ്രസന്റേഷൻ കൊടുക്കുന്നു, അതും കിട്ടുന്നില്ല, വീണ്ടും വർക്ക് ചെയ്യുന്നു. അങ്ങനെ 120 പെയിനിലൂടെ കടന്നു പോയിട്ടാണ് എനിക്കൊരു എന്താണ് ഒരു ഗെയിൻ, ആ 121ാമത്തെ പ്രസന്റേഷനിൽ എനിക്കൊരു ഒരു പോസിറ്റീവ് ഇത് കിട്ടുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ 120 നിർത്തിയിരുന്നെങ്കിലും. പല ആൾക്കാരുടെ സിറ്റുവേഷൻ ഇതായിരിക്കും, ഇതിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഇന്ന് ചിലപ്പം, അല്ലെങ്കിൽ ഇന്നലെ വരെ ചിലപ്പം ചിന്തിച്ച ആൾക്കാരുണ്ടാവും, ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെ ഇത് നടക്കൂ. ഇന്നലെ വരെ ചിന്തിച്ച ആൾക്കാരുണ്ടായിരിക്കും. അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ 120 പ്രസന്റേഷൻ കൊടുത്തിട്ട് നോ കേട്ട ഒരാളാണ്. അപ്പൊ 121ാമത്തേലേക്ക് ഞാൻ പ്രസന്റേഷൻ കൊടുക്കാമെന്ന് ചിന്തിച്ചോണ്ടാണ് എനിക്ക് അവിടെ റിസൾട്ട് ഉണ്ടായത്. ദാറ്റ് മീൻസ് നമുക്ക് അറിയില്ല ഏത് എപ്പോൾ എങ്ങനെ നടക്കുന്നു, ഒരു പ്രഡിക്ഷനും നമുക്കില്ല. നമ്മുടെ ജോലി എന്താ? നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് പ്രസന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ തീരുമാനം നമ്മൾ എന്ത് ചെയ്യരുത്, ഞാൻ എടുക്കരുത്, നമ്മൾ എടുക്കരുത്. നമ്മൾ പ്രസന്റേഷൻ, നമ്മുടെ ജോലി എന്താ? പ്രസന്റേഷൻ കൊടുക്കല. അത് നല്ല മനോഹരമായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രസന്റേഷൻ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഏറ്റെടുക്കുക. ബാക്കി അവരുടെ അടുത്ത് വിടുക. ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള തീരുമാനം എന്ത് ചെയ്യുക, അവരിലേക്ക് വിടുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു വിഷമത്തിന്റെ ഒക്കെ പുറത്ത് അങ്ങനെ എന്ത് ചെയ്ത് ജോയിനിങ് വന്നു. ഇവരിലൂടെയാണ് ഞാൻ എന്ത് ചെയ്തത്, അടുത്തൊരു ടീമിലേക്ക് കടന്നത്. പിന്നെ എന്ത് ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട്, എന്റെ കോണ്ടാക്ട് ഒക്കെ ഡെവലപ്പായി. പിന്നെ എന്ത് ചെയ്തു, ഫോളോ അപ്പുകളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥകൾ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സവിതാ മേഡത്തിന് വലിയ എന്താണ് ടീമുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഞാൻ തുടക്കത്തിലേ വന്നു. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മറ്റു സുഹൃത്തുക്കൾ വന്നു, അവരിലൂടെ അടുത്ത ജോയിനിങ്ങുകൾ വന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാൻ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് വൈകുന്നേരം 3 മണി വരെ ഞാൻ വിളിച്ച സമയമുണ്ട്. അതുവരെ ബിസിയാ, ആ മൊമെന്റ് വരെ ബിസിയാ. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കുന്നുണ്ട്, എപ്പോ വിളിച്ചാലും ബിസി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി കാര്യം നടക്കൂല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പാർട്ട്നേഴ്സ് വരാൻ തുടങ്ങി. ഇനി ഫോളോ അപ്പിന് വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയായി. പക്ഷെ എന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ആള് ഫോളോ അപ്പ് തരും, പിന്നീട് എന്ത് ചെയ്തു തരും, പിന്നീട് എന്നെ കോളിലിരുത്തിക്കൊണ്ട്, ആളിനെ കോളിലിരുത്തിക്കൊണ്ട് എന്നോട് പ്രസന്റേഷൻ കൊടുക്കാൻ പറയും. ഞാൻ നിങ്ങളെ പ്രസന്റേഷൻ കൊടുക്കും. അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു കോള് വിളിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി തന്ന്, അങ്ങനെയാണ് ഞാൻ ഏകദേശം പ്രസന്റേഷൻ ഒക്കെ ഫോളോ അപ്പ് ഒക്കെ പഠിച്ചത്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചിട്ട് ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് പിന്നെ വിളിച്ചാൽ കിട്ടാതായപ്പോൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അടുത്ത പ്രസന്റേഷൻ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കാന്നുള്ള രീതിയിൽ ചിന്തിച്ച് അങ്ങനെയാണ് ഗ്രാജുവലി എന്ത് ചെയ്തത്, പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ വന്നത്. അപ്പൊ അതൊക്കെ ഇവരുടെ ഒരു ട്രെയിനിങ്. ലീഡേഴ്സ് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരുപടി മുകളിലായിരിക്കും പല കാര്യങ്ങളിലും കേട്ടോ. ഞാനത് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, നമ്മുടെ കാര്യങ്ങൾ വെച്ചിട്ടുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളിൽ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, വേറെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടായിരിക്കും ഒരു കാര്യം നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഇടവും വലവും ചിന്തിക്കാതെ ചെയ്തിരിക്കും എന്ന് പറയത്തില്ല, ഇടവും വലവും ചിന്തിക്കാതെ ചെയ്തിരിക്കും. അതുപോലത്തെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, പണ്ട് ഏതോ ലീഡർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊരു പൊട്ടനായിരുന്നു എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പൊട്ടനെ പോലെ കേട്ടിരുന്നു. അത് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം പറയുന്നത് എന്താണോ അത് വേദവാക്യം എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്ക് വിജയിക്കാൻ പറ്റിയെന്നാണ് ആള് പറഞ്ഞത്. അതേസമയം ഒരു ലീഡർ ഒരു കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ 100 കാര്യങ്ങൾ ചിന്തിക്കുകയാണ്, എന്നിട്ട് നമ്മൾ കേൾക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് റിസൾട്ടിലേക്ക് എത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെ ഞാനും അത് അന്ന് തൊട്ട് ഇന്ന് വരെയാണെങ്കിലും എന്താണോ അത് കൃത്യമായിട്ട് കേൾക്കും, അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ നിങ്ങളോടും പറയുന്നത്,
നിങ്ങൾക്കൊരു വിഷമത്തിലൂടെ മാത്രമേ നിങ്ങളുടെ പെയിനിൽ നിങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവില്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. നിങ്ങളുടെ പെയിനിൽ നിങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുമ്പോഴും നിങ്ങൾക്ക് ആ പെയിൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ വിജയം ആസ്വദിക്കാനും സാധിക്കുള്ളൂ. കാരണം എനിക്കിപ്പോ എന്റെ വിജയത്തെ ഞാനിപ്പോ അത്രയും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് ആ പെയിൻ, അത്രയും പെയിന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് തുടക്ക സമയത്ത്. ആ പെയിനിന്റെ ഒരു ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന മൊമെന്റിൽ പോലും കേൾക്കുന്ന നിങ്ങൾക്ക് പോലും അതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും, പക്ഷെ അത് ഫീൽ ചെയ്യുന്ന മൊമെന്റിലുണ്ടല്ലോ നമ്മൾ അത്രയും വിഷമിച്ചായിരിക്കുന്നത്. അത്രയും വിഷമിച്ച് ഒരു ഒരു ലെക്കും ലെവലും ഇല്ലാതെ പോവാന്ന് പറയത്തില്ല, ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യമൊക്കെ മാറി. അന്ന് ആ 121ാമത്തെ പ്രസന്റേഷൻ കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരു ടീമിനെ എനിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, വരാൻ തുടങ്ങി. ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയ കമ്പനിയുടെ 11ാമത്തെ റാങ്കിൽ ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. കമ്പനിയുടെ ZSDM റാങ്കിൽ എത്തി നിൽക്കുന്നു. ഓൾ ഓവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-25ാമത്തെ ലിസ്റ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ പെയിനിലൂടെ ഒരു ഡിസിഷൻ ഉണ്ടായി എനിക്ക്. കാരണം മുന്നോട്ട് പോകണം, സക്സസ് ആവണം, എന്തെങ്കിലുമൊക്കെ നേടണം എന്നൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്തു. ആ ഡിസിഷനിലൂടെ എന്ത് ചെയ്തു, ഗെയിൻ ചെയ്യാൻ പറ്റി, ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. പല കാര്യങ്ങളും നിങ്ങളുടെ ഇടവും വലത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ വരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 100 പേര് ചുറ്റിനും നിന്ന് നിങ്ങളുടെ ചുറ്റിനും നിന്ന് ഒരേപോലെ നെഗറ്റീവ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ യു ആർ ദി വിന്നർ, അല്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആയിരിക്കും. ഒന്നും കേൾക്കരുത്. 100 പേര് ചുറ്റിനും നിന്ന് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ കുലുങ്ങില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ സാധനം ഒന്ന് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ ഒന്നിനെ കുറിച്ചും നമ്മൾ ഭയങ്കര ശക്തമായിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. ഇതൊക്കെ കേൾക്കും, പക്ഷെ കേട്ടാലും ഒരു കുലുക്കം ഉണ്ടാവില്ല. ഇപ്പൊ ഈ മറ്റേ ആനയുടെ കഥ പറയുന്ന പോലെ, ആന ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറെ പട്ടികൾ ഇങ്ങനെ എന്ത് ചെയ്യും, കുരയ്ക്കും. പക്ഷെ ആനയുടെ പാട്ടിന് പോയിട്ട് നടന്നുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവണം, ഒരു ആവശ്യം ഉണ്ടായിരിക്കണം, നമുക്കൊരു നീഡ് ഉണ്ടായിരിക്കണം നമുക്ക്. ഈ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളും എന്ത് ചെയ്യില്ല. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ വെറുതെ ആർക്കാനും വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്യില്ല, പണിയെടുക്കാൻ തയ്യാറാവില്ല. നമുക്കൊരു നീഡ് ഉണ്ടാവണം, ഒരു ആവശ്യം ഉണ്ടാവണം. ഓക്കെ, അതുകൊണ്ട് ഈ പോയിന്റ് വളരെ ശക്തമാണ്. നോ പെയിൻ നോ ഗെയിൻ. നിങ്ങൾക്ക് ഇപ്പൊ പെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്ന ആൾക്കാരാണ്. പെയിൻ ഉണ്ടാവുന്ന ആർക്കാ? ഒന്ന് കമന്റ് ചെയ്യാവോ? ആർക്കാ ഈ പെയിൻ ഉണ്ടാവുക? അല്ലെങ്കിൽ ഈ വേദനകൾ നിറയുന്നത് ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്നവനായിരിക്കും പെയിൻ ഉണ്ടാവുക. ആണോ അല്ലയോ? ശരിയാണോ അല്ലയോ? നിങ്ങൾക്ക് കമന്റ് ഇടാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫേർട്ട് ഇട്ട് അത്രയും ആത്മാർത്ഥതയോട് കൂടി ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പെയിൻ ഉണ്ടാവുള്ളൂ, ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് പെയിൻ ഉണ്ടോ ഇല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് പെയിൻ ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്ര വിഷമം ഒന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും ഭ്രാന്തമായിട്ട് ഇത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്ര ഇതായിട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഒരു പിടി വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയോ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം. വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ലീഡേഴ്സ് പാർട്ട്നേഴ്സിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ടോ? അപ്പൊ ചില ആൾക്കാർ പറയും, എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പോഴേ നമുക്ക് മനസ്സിലാവും കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല നോക്കുക. അതേസമയം ചില ആൾക്കാർ പറയും, സാറേ നല്ല വിഷമമുണ്ട്, ഒന്നും നടക്കണില്ല അങ്ങോട്ട്. ഇങ്ങനെ പറയുന്നവർക്ക് നമുക്ക് മനസ്സിലാവും അവര് അത്ര ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവന് വിഷമം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ വിഷമം വരണം, അല്ലെങ്കിൽ ആ പെയിൻ വരണം, എന്നാലേ നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. എന്ന് വെച്ചിട്ട് ഭയങ്കര എല്ലാവർക്കും നെഗറ്റീവ് വരട്ടെ, അങ്ങനല്ല. പക്ഷെ ഞാൻ പറയും നെഗറ്റീവ് വരണം, ഏറ്റവും കൂടുതൽ നെഗറ്റീവുകൾ നിങ്ങൾക്ക് കിട്ടണം. ഈ നെഗറ്റീവിൽ നിന്നിട്ട് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും, പല ഉത്തരങ്ങളും നമുക്ക് കിട്ടും.
പോട്ടെ, ആ നെഗറ്റീവുകളെ എങ്ങനെ തടയാം എന്നുള്ള ഉത്തരം പോലും നമ്മൾ കണ്ടെത്തും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്, അപ്പം അടുത്തില് അപ്പൊ ഞാൻ പറഞ്ഞു, വിജയിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സക്സസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു നീഡ് വേണം, ഒരു ആവശ്യം വേണം. ആ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സക്സസിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ നമ്മൾ സക്സസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാർക്ക് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ നല്ലൊരു എക്സ്ട്രാ ഇൻകം വാങ്ങിച്ച് അവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ്, അല്ലെങ്കിൽ ഒരു കാർ എടുക്കുന്നതോ, അല്ലെങ്കിൽ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുന്നതോ, എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും. അതായിരിക്കും നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. അത് നേടിയെടുത്താൽ നിങ്ങൾ സക്സസ് ആയി. ചെറിയ കാര്യം ആയിക്കോട്ടെ, വലിയ കാര്യം ആയിക്കോട്ടെ. അപ്പൊ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന, അല്ലെങ്കിൽ ആ നീഡ് വേണം നമുക്ക്, ആ ഒരു ആവശ്യം നമുക്ക് വേണം. അപ്പം ഒരു ചെറിയ ഇത് പറയും, ഇപ്പം നമ്മൾ കണ്ടില്ലേ ചീറ്റപ്പുലി, നമ്മൾ കണ്ടിട്ടില്ലേ ചീറ്റപ്പുലി? ഈ ചീറ്റപ്പുലിയുടെ പല കഥകളും നമ്മൾ കേൾക്കുന്നതാണ്, നമ്മുടെ ടിവിയിലൊക്കെ, ആനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ചീറ്റപ്പുലി കുറെ ഇരകളെ ഓടിക്കും അല്ലെ? ഒരു 10 ഇരയെ ചീറ്റപ്പുലി ഓടിക്കുന്ന സമയത്ത് 8 എണ്ണമൊക്കെ കിട്ടാറുള്ളൂ. 10 എണ്ണം ഓടിക്കുമ്പോഴായിരിക്കും അല്ല 10 എണ്ണം ഓടിക്കുമ്പോഴായിരിക്കും ഒരു 2 എണ്ണം കിട്ടുന്നത്. ബാക്കി 8 എണ്ണവും ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ ചീറ്റയുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്ന മൃഗങ്ങളായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എന്താണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ആനിമലാണ് ചീറ്റപ്പുലി അല്ലെ? എന്നിട്ട് പോലും അപ്പം ഈ 8 എണ്ണം വഴുതി പോകുന്നതിന്റെ അർത്ഥം വേറൊരു അർത്ഥം കൂടി അതിനകത്തുണ്ട്. ഈ ചീറ്റേനെക്കാട്ടിലും ഈ 8 മൃഗങ്ങൾ വേഗത്തിൽ ഓടിയെന്നല്ലേ അതിനർത്ഥം? ആണോ അല്ലയോ? അതായത് 10 എണ്ണത്തിനെ ഓടിച്ചു, പക്ഷെ 2 എണ്ണേ കിട്ടിയുള്ളൂ. ബാക്കി 8 എണ്ണവും ചീറ്റയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. അതിനർത്ഥം എന്താ? ഈ 8 എണ്ണവും ചീറ്റേനേക്കാളിലും വേഗത്തിൽ ഓടി. അതെന്തുകൊണ്ടാ? അവർക്ക് എന്താണ്, എനിക്ക് എന്റെ ജീവൻ തിരിച്ചു വേണം എന്നുള്ളൊരു ആവശ്യത്തോട് കൂടിയിട്ടാണ് ഓടുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ചീറ്റേനേക്കാളിലും വേഗത്തിൽ ഓടുകയാണ്. അവിടുത്തെ അവരുടെ നീഡ് എന്താ, ആവശ്യം എന്താ? രക്ഷപ്പെടണം. ജീവനും കൊണ്ട് ഓടേ പറ്റുള്ളൂ, രക്ഷപ്പെടണം. ഈ ചീറ്റയുടെ വായിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം അല്ലെ? അതിനകത്തുനിന്ന് 8 എണ്ണം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ആവശ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഭ്രാന്തമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യം കൂടുതലാണെങ്കിൽ നമ്മൾ ഭ്രാന്തമായിട്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ഇപ്പം എന്താണ്, കഴിവുള്ളവർ മാത്രമല്ല വിജയിക്കുക. കഴിവ് വേണം എന്നില്ല വിജയിക്കാൻ. എന്ത് മതി? ഭ്രാന്തമായിട്ട് ഒരു നീഡ് മതി. അതിനെ ഭ്രാന്തമായിട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മൾ വിജയിക്കും. നമ്മൾ വിജയിച്ചിട്ടുള്ള ആൾക്കാരെ എല്ലാം എടുത്ത് നോക്കിയാൽ മതി. അവർ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. ഭയങ്കര ഭ്രാന്തമായിട്ട് അവരെന്ത് ചെയ്യും? ഭ്രാന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആ ഒരു മേഖലയിൽ, കേട്ടോ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മള് ഫുട്ബോൾ, ഇപ്പം വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഫുട്ബോൾ കളിക്കാരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ, നമുക്ക് മെയിൻ ആയിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ. ഇവരൊക്കെ അവരുടെ ആ മേഖലയിൽ അവരിപ്പം പേരെടുത്ത് നിൽക്കാൻ കാരണം എന്താ? അവരത്രയും ഭ്രാന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫുട്ബോൾ എന്താണ് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? അതിനുവേണ്ടി മെനക്കെട്ട് അവരെന്ത് ചെയ്തു അല്ലെ? ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു മേഖലയിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പൊ വിജയിക്കാൻ വേണ്ടത് കഴിവ് മാത്രമല്ല. കഴിവുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ എന്നില്ല. നമുക്കൊരു ഭ്രാന്തമായിട്ടുള്ള ആഗ്രഹം മതി, അല്ലെങ്കിൽ ഭ്രാന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ അത്രയും ഭ്രാന്ത് പിടിച്ച് ചെയ്യാന്നുള്ളതല്ല, നമുക്ക് അത്രയും ഉള്ളിലുണ്ടായാൽ മതി. ഫിജിക്കാർഡ് ഇത് എങ്ങനെയും അച്ചീവ് ചെയ്യണം എന്നുള്ള. ഇപ്പൊ ലെഗസി നിൽക്കുന്നുണ്ട്. എത്ര പേർക്ക് ആ ഭ്രാന്തമായിട്ടുള്ള ആഗ്രഹമുണ്ട് മനസ്സിൽ, ലെഗസിയിൽ ആ സ്റ്റേജിൽ കയറണം, അല്ലെങ്കിൽ ആ മൊമെന്റോ വോച്ചയുടെ ഒന്ന് വാങ്ങിക്കണം. ആ ഭ്രാന്തമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിനു വേണ്ടി പണിയെടുക്കുന്നുള്ളൂ. അതും ഒരു തരത്തിൽ പറഞ്ഞ ഒരു സക്സസ് ആണ് അല്ലേ? ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല? അത്രയും ഭ്രാന്തമായിട്ടുള്ള ആഗ്രഹം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ട ആളാന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ട ആളാ? ഞാൻ അത്രയും എന്താണ് ചെയ്യണം, കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? ആഗ്രഹം കൂടുതലുള്ളവർക്ക് മാത്രമല്ലേ അത് കിട്ടുള്ളൂ അല്ലേ?
ആഗ്രഹം കൂടുതലുള്ള നിങ്ങളെ ഡിഫൈൻ ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ആഗ്രഹമുള്ളവരാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഒരിക്കലും ഒരാളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വർക്കുമായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് എത്രത്തോളം കൂടുതൽ ചെയ്യുന്ന ആളാണ്. വർക്കിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എത്രത്തോളം കൂടുതൽ ചെയ്യുന്നവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക, അല്ലേ? കുറവ് ചെയ്യുന്നവർക്ക് കിട്ടും, പക്ഷെ കൂടുതൽ കിട്ടുന്നതിനേക്കാളും കുറവേ എന്ത് ചെയ്യുള്ളൂ, കമ്പാരിറ്റീവ്ലി കുറവ് കിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും കൂടുതൽ ചെയ്യാനാണ് നോക്കേണ്ടത്, അല്ലെ? പ്രസന്റേഷൻ ആയിക്കോട്ടെ, ഫോളോ അപ്പ് ആയിക്കോട്ടെ, ഇനി പോയിക്കോട്ടെ MC ആയിക്കോട്ടെ, പ്ലാൻ ആയിക്കോട്ടെ, ടീമിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആയിക്കോട്ടെ, എല്ലാം ഏറ്റെടുത്ത് എപ്പോഴും കൂടുതൽ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും എന്തുണ്ട്, അതിനുള്ള റിസൾട്ടുകൾ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കഴിവുള്ള ആൾക്കാർ കഴിവ് മാത്രം വേണമെന്നില്ല, അല്ലെങ്കിൽ കഴിവ് വെച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല. അതിനൊരു ഭ്രാന്തമായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ആവശ്യമോ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ക്വിക്ക് റെസ്പോൺസ് ഉണ്ടാവണം. ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാനും ക്വിക്കായിട്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു തോട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് 7 AM കഴിഞ്ഞു, എന്തൊക്കെയോ ചാർജ് ആയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സാധനം സെറ്റ് ചെയ്യാം. നിങ്ങൾ പോയിട്ടൊരു ചായ കുടിക്കുമ്പോഴേക്കും ഈ സംഭവം തണുക്കുന്നുണ്ടെങ്കിൽ കാര്യമില്ല, അല്ലേ? മോട്ടിവേഷൻ എപ്പോഴും മോട്ടിവേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പീച്ച്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്കെങ്കിലും ഭയങ്കര അങ്ങ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ കുറച്ചു നേരം നിങ്ങളുടെ വീട്ടുകാരോടെ പോയിരുന്നു കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം പോകും. അതെ, ആ ഒരു അവസ്ഥ ആവരുതെന്ന് ഞാൻ പറയുന്നത്. ഈ സാധനം എപ്പോഴും നമ്മുടെ മൈൻഡിൽ കിടക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യമായിട്ട്, ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യവുമായിട്ട് കണക്ട് ചെയ്യണം. ഒരിക്കലും ഞാൻ പറയുന്ന മോട്ടിവേഷൻ നിങ്ങൾ എടുക്കണം എന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ആ ആവശ്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. അതെപ്പോഴും ഇങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ. അതിൽ ഫോക്കസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓരോരുത്തരും പ്രവർത്തിക്കാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ക്വിക്ക് റെസ്പോൺസ്. നിങ്ങൾ നിങ്ങളിപ്പോ തീരുമാനം എടുത്തു ആയിക്കോട്ടെ, ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, അടുത്ത പെട്ടെന്ന് എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റുകളെ വിളിക്കുക, ഇറങ്ങുക, ഡിസിഷൻ എടുക്കുക, ഇറങ്ങുക, പ്രസന്റേഷൻ കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഫിസിക്കൽ പ്രസന്റേഷൻ ആണ് പവർ കൂടുതൽ, അല്ലേ? ഡിജിറ്റൽ പ്രസന്റേഷന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ ഗ്രാജുവലി കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന ഫിസിക്കലിനെക്കാളും കുറവായിരിക്കും. അപ്പൊ ഫിസിക്കലായിട്ട് ഒരാളുടെ അടുത്ത് നേരിട്ട് പോയി കണ്ട് സംസാരിക്കുന്നതിന്റെ ഇമ്പാക്ട് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പോൺസ് അറിയാൻ പറ്റും, അല്ലേ? പെട്ടെന്ന് തന്നെ. മറ്റേ കോളി വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം കാണുന്നില്ല, ഇവരുടെ തോട്ട് എന്താണെന്ന് അറിയില്ല, ഇവരുടെ ചിന്ത, അവരുടെ മുഖഭാവം പോകുന്ന അറിയുന്നില്ല, പക്ഷെ അവർ സംസാരം മാത്രമേ. ഇവിടെ നമ്മളിപ്പോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളിവിടെ ഫേസ് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഒരു പുച്ഛഭാവമായിരിക്കും, ഇവനെ കൊണ്ട് തോറ്റ് എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും. പക്ഷെ കേൾക്കുന്ന നമ്മൾ എന്തായിരിക്കും കേട്ടോണ്ടിരിക്കുന്നത്, നല്ലൊരു ഇതാണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മുഖം വേറെ ആയിരിക്കും, പക്ഷെ കേൾക്കുന്നത്. അപ്പം ഇത് നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷെ നേരിട്ട് ഒരാളുടെ പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് അവന്റെ മുഖം ഒന്ന് മാറിയാൽ നമുക്ക് ഉടനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എന്തോ അവന് പിടികിട്ടിയിട്ടില്ല. അപ്പൊ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഒന്നുകൂടെ പുഷ് ചെയ്യാം. എന്ന സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നേരിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് നടക്കുകയുള്ളൂ. ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റും. മറ്റേത് ഇത് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് റെസ്പോൺസ് കൊടുക്കുന്ന റെസ്പോൺസ് ചിലപ്പം റോങ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്നുണ്ടോ റെസ്പോൺസ്, പക്ഷെ അത് റോങ് ആയിരിക്കും, നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്വിക്ക് റെസ്പോൺസ് വേണം. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം. ഇപ്പൊ ലെഗസി വരികയാണ്, അത്ര സമയം ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിരുന്ന അവസാന നിമിഷം ഓടേണ്ട ഗതി വരരുത്. പല ആൾക്കാരും ഇവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇത്രയും സമയം ഉണ്ടെന്ന് പറയാ, ഇപ്പൊ വിചാരിക്കും ഇത്രയും സമയം ഉണ്ടല്ലോ, അവസാനത്തെ ദിവസം കടന്ന് ഓടുന്ന കാണാൻ പറ്റും. അന്ന് വിളിയോട് വിളിയാ, മാഡം എങ്ങനെ ഫോളോ അപ്പ് ഉണ്ട്, സാർ ഇങ്ങനെ ഫോളോ അപ്പ് ഉണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, സമയമില്ല, കുറച്ചുകൂടെ നീട്ടി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളി തുടങ്ങും അവസാന ദിവസമാകുമ്പോൾ. ഇതൊരിക്കലും എന്ത് ചെയ്യരുത്. നമുക്ക് ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് നേരത്തെ സെറ്റ് ചെയ്യാം. ആ നേരത്തെ സെറ്റ് ചെയ്തിട്ട് അതിന് മുന്നേ എന്ത് ചെയ്യുക, അടിക്കാനായിട്ട് നോക്കുക. അവസാന ദിവസങ്ങളിൽ നിങ്ങൾ മാറ്റി വെക്കേണ്ട സമയം ആരുടെ സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കേണ്ട ആർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ടീമിന് വേണ്ടി കൂടെ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം, അല്ലേ? അവരെ അടുപ്പിക്കണം.
നിങ്ങൾ നേരത്തെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അത് നമ്മുടെ കടമ്പ കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് നിങ്ങൾ അടിക്കുക, അതിലൂടെ എന്ത് ചെയ്യുക, ഇവരെ കൂടെ എന്ത് ചെയ്യുക, പുഷ് ചെയ്ത് കയറ്റാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. ഇപ്പൊ ക്വിക്ക് റെസ്പോൺസിനെ കുറിച്ചാണ് ഞാൻ കുറച്ച് പോയിന്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. യെസ്, സെയിൽസിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയോ? സെയിൽസിൽ ആദ്യത്തെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ കമ്പനി, നമ്മുടെ ഫിജിക്കാർഡ് കമ്പനി നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്താ? നമ്മുടെ മനസ്സിൽ അത് ബെഡ്ഷീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും. കുറെ പ്രൊഡക്റ്റുകൾ മനസ്സിൽ വരുന്നുണ്ടാവും. യെസ്, നമ്മൾ. അതായത് സെയിൽസിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളാണ്, ഞാനാണ്. നമ്മളെ വിൽക്കാൻ പറ്റണം ആദ്യം. നമ്മളെ വിറ്റാലേ, നമ്മളെ വിശ്വസിച്ചാലേ അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുള്ളൂ. അപ്പൊ നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ബോധേഡാവണം. ഇപ്പൊ ഞാൻ ഒരാളടുത്ത് പ്ലാൻ കേൾക്കുന്ന സമയത്ത് ഞാൻ എന്തിനിവനെ വിശ്വസിക്കണം? എല്ലാവരും സ്വാർത്ഥരാണ് അല്ലേ? എല്ലാവരും സ്വാർത്ഥരാണ്. അവരവരുടെ കാര്യങ്ങളിൽ അവർ സ്വാർത്ഥരാണ്. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരാളുടെ അടുത്ത് പോകുന്ന സമയത്ത് അവിടെ എന്നെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കാര്യങ്ങൾ അവരുടെ അടുത്ത് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം ഞാൻ, അല്ലേ? ഇനി എന്റെ കൂടെ കയറി നിന്ന് കഴിഞ്ഞാൽ അവൻ എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും? അവൻ എന്ത് ഉയർച്ച ഉണ്ടാവും? ഇത് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? അതായത് നമ്മളെ തന്നെ വിറ്റാൽ മാത്രമേ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രൊജക്ട് വിൽക്കാൻ പറ്റുള്ളൂ, എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, അതായത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുക. എന്താ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ? നമ്മളുടെ അറിവുകൾ കൂട്ടാൻ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ അറിവുകൾ നമ്മൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ? നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ടിരുന്ന് പറയാൻ പറ്റും? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയാ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും? അവിടെയാണ് നമ്മുടെ കുറവ്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഒരാളുടെ പ്രസന്റേഷൻ കൊടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ഈ മേഖലയെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഫിജിക്കാർഡിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് കിട്ടേണ്ടത് എന്താ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ കുറിച്ചാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിച്ച്, അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് അത് കൃത്യമായിട്ട് ചോദിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അത് തന്നെ ചോദ്യം വരും എന്നല്ല പറഞ്ഞത്, വരാൻ സാധ്യതയുണ്ട്. നമ്മൾ എല്ലാത്തിനെയും മുൻകൂട്ടി കാണണം, അല്ലേ? അപ്പം നമ്മളിൽ എന്തൊക്കെ കുറവുണ്ട് എന്നുള്ളത് നോക്കി കണ്ടെത്തി അത് പരിഹരിക്കാൻ പറ്റുന്നിടത്താണ് നമുക്ക് നമ്മളെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവര് നമ്മുടെ കൂടെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കില്ല. എല്ലാത്തിലും വിശ്വാസമുണ്ട്, അല്ലേ? അന്ധമായി വിശ്വസിച്ചു. ചില ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ എന്താണ്, സബിതാ മേഡത്തിനെ കണ്ണുടച്ച് വിശ്വസിച്ചു. അത് എന്തുകൊണ്ടാ? സബിതാ മേഡത്തിന്റെ അറിവുകളിലൂടെ അദ്ദേഹത്തിന് എന്നെ സെയിൽ ചെയ്തു. അദ്ദേഹം കാരണം എന്താ? അദ്ദേഹത്തിനെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള കാര്യങ്ങൾ കിട്ടണ്ടേ? എന്ത്? ഞാൻ നോക്കിയ സമയത്ത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ്. അതെന്തുകൊണ്ടാ? അത് അദ്ദേഹം എന്നെ എന്ത് ചെയ്തു? എന്റെ മുന്നിൽ ആൾ സെയിൽ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു, കയറി നിന്നു. ഇതേ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെയാണ് പലർക്കും മിസ്സിങ് സംഭവിക്കുന്നത്. അറിയില്ല. അപ്പൊ ഞാൻ പറയുന്ന ഏറ്റവും നല്ലത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 10-40 ചോദ്യം നമുക്ക് ഫിജിക്കാർഡിലുണ്ട്. നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുന്നേ ഒരു 10-40 ചോദ്യം ഉണ്ട്. ഈ 10-40 ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ആരോടും ചോദിക്കണം. നിങ്ങൾ സ്വയം ഇരുന്ന് ഫീൽഡിൽ കിട്ടാൻ പോകുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക? ഒരു ബുക്കിലോട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ഒരു 2 വരി വിടണം, ഒരു 3-4 വരി വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതണം, വീണ്ടും 3-4 വരി വിടണം. അങ്ങനെ ഒരു 10-40 ചോദ്യവും കൺസേൺസും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം എന്ത് ചെയ്യുക? എഴുതുക. ഏകദേശം 40 തന്നെ വരുള്ളൂ, 40 കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് കണ്ടെത്തുക.
ചിലപ്പോൾ ഒന്നിലധികം ഉത്തരങ്ങൾ കിട്ടും. പല ലീഡേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പല രീതിയിലായിരിക്കും ഉത്തരങ്ങൾ കിട്ടുക. എല്ലാം നോട്ട് ചെയ്യുക, എല്ലാ ഉത്തരങ്ങളും നോട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇത് വായിച്ചു നോക്കുക. ഇതിൽ ബെറ്റർ ആയിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക, ഇതിൽ ഏതൊക്കെ പറയാം. അങ്ങനെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് പ്രസന്റേഷനിൽ പോയി നോക്കിയേ, ഇതിൽ ഏത് ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ആരോടും ചോദിക്കണ്ട. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, മാറ്റിവെക്കുന്ന ടൈം ഉണ്ടല്ലോ, ഇത് വളരെ പ്രധാനമാണ്. ഇപ്പൊ എന്റെ മുന്നിൽ ഒരാൾ വന്നിരുന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും എന്നുള്ള കോൺഫിഡൻസ് എന്തുകൊണ്ട് എനിക്ക് വന്നു? കാരണം ഞാൻ എല്ലാ ചോദ്യത്തിലും ഉത്തരങ്ങൾ എനിക്ക് എന്റെ മനസ്സിലുണ്ട്, ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നിലധികം ഉത്തരങ്ങൾ. ഇതേ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ തേടണം, ഉത്തരങ്ങൾ കണ്ടെത്തണം. അപ്പൊ ഇതിൽ നിന്നുള്ള ബെറ്റർ ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? സോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ആൾക്കാർക്കനുസരിച്ച് പറയാൻ പറ്റണം. ഒരാൾക്ക് പറയുന്ന ഉത്തരമായിരിക്കില്ല അടുത്ത ചോദ്യം ഒന്നായിരിക്കും, പക്ഷെ ഒരാൾക്ക് പറയുന്ന ഉത്തരമായിരിക്കില്ല അടുത്ത ആൾക്ക് പറയുന്നത്. എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പം ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ അടുത്ത് പ്ലാൻ കേൾക്കാൻ വരികയാണ്. ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് ഞാൻ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാണ്, നമ്മുടെ വീട്ടിലൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അവൻ എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടാവും? ഉത്തരം പറയുന്നത്, പക്ഷെ അതിന്റെ ഇതൊരു ഉത്തരമാണ്, ഹോസ്പിറ്റൽ എമർജൻസി അല്ലേ? പക്ഷെ അത് പറയുന്ന ആളാരാണ് എന്ന് നോക്കണം. അതേസമയം ഒരു പ്രായമായിട്ടുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നമുക്കൊരു ഫോണൊക്കെ മേടിക്കണ്ടേ, 10-12,000 രൂപയുടെ നല്ലൊരു സ്മാർട്ട് ഫോണൊക്കെ മേടിക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യോജിക്കില്ല. അതായത് ഉത്തരങ്ങൾ 2-3 ഉണ്ട്, പക്ഷെ അത് പയറ്റേണ്ട ആൾക്കാർ കറക്റ്റ് ആണോ എന്ന് നോക്കണം അല്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഉത്തരങ്ങൾ കണ്ടെത്തുക, ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തുക. ചോദ്യങ്ങൾ തേടി പോയാലേ ഉത്തരങ്ങൾ കിട്ടുള്ളൂ, ഉത്തരങ്ങൾ തേടി പോയിട്ട് കാര്യമില്ല അല്ലേ? ഒരു ചോദ്യം വരട്ടെ എന്നിട്ട് ഞാൻ ഉത്തരം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവും. അതുകൊണ്ട് ചോദ്യങ്ങൾ കണ്ടെത്തുക. ഇപ്പൊ 40 എണ്ണം ഞാൻ പറഞ്ഞു. ഇന്ന് തൊട്ട് നിങ്ങൾ നോക്ക്, എഴുതാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ എഴുതുന്നവരുണ്ട്, പക്ഷെ എഴുതാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഒരു 2 ദിവസം മതി. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 10-40 ചോദ്യം മെനക്കെട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രസന്റേഷൻ സ്ട്രോങ് ആയിട്ട്. പക്ഷെ അത് നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി പറഞ്ഞു നോക്കണം, നമ്മളോട് തന്നെ പറഞ്ഞു നോക്കണം. ചോദ്യം നമ്മൾ തന്നെ ചോദിക്കുന്നു, ഉത്തരം നമ്മൾ തന്നെ പറയുന്നു. ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് അത്രയും നന്നായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ഓൾമോസ്റ്റ് കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരോട് സംസാരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? സെയിൽസിൽ നമ്മളെയാണ് നമ്മൾ ആദ്യം വിൽക്കുന്നത്. എന്നിട്ടേ ഉള്ളൂ പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, കമ്പനി, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യം എന്ത് ചെയ്യില്ല, ഇവരെടുക്കാനായിട്ട് തയ്യാറാവില്ല. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രോബ്ലം, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമ്മുടെ ഫിജിക്കാരനെ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതായത് അവർക്ക് എന്തൊക്കെയോ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ അല്ല, നമുക്ക് മാഗി അറിയില്ലേ? മാഗി നമ്മുടെ കടകളിലൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മാഗി. ഈ മാഗിയുടെ പരസ്യം എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? പരസ്യത്തിന്റെ പ്രത്യേകത എന്താ? അതിനകത്ത് അവർ കൊടുക്കുന്ന ഒരു നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഇതെന്താ? ചുരുങ്ങിയ ടൈമിൽ ഫുഡ് അല്ലെ? പറയുന്നത് 3 മിനിറ്റിനുള്ളിൽ ഫുഡ് അല്ലെ? 3 മിനിറ്റിനുള്ളിൽ ഫുഡ് എന്നാ പറയാ. അതാണ് അവരുടെ മെയിൻ ഹുക്ക്. ഈ എന്താണ് കസ്റ്റമേഴ്സിലേക്ക് അവർ കൊടുക്കുന്ന ഹുക്ക് അതാണ്. ഇത് ആർക്കൊക്കെ സൊല്യൂഷനാണ്? ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർക്കുള്ള സൊല്യൂഷനാണ് അല്ലേ? കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്നോടനെ അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞ് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 100 പണിയുടെ ഇടയ്ക്കായിരിക്കും. അപ്പോഴായിരിക്കും പെട്ടെന്ന് 3 മിനിറ്റിനുള്ളിൽ മാഗി ഉണ്ടാക്കി കൊടുക്കാം. അതാണ് അവരുടെ എന്താണ്. അപ്പം ആ വീട്ടമ്മമാരുടെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മാഗി വന്നത്. ആണോ അല്ലയോ? ഇതുപോലെ ഒരു സൊല്യൂഷൻ ആയിട്ട് വേണം നമ്മുടെ കമ്പനി ചെല്ലാൻ, അല്ലെങ്കിൽ നമ്മൾ ചെല്ലാൻ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം സൊല്യൂഷൻ, അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളതും അവർക്കുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും അവർക്ക് നീഡ്സ്, അവരുടെ വാണ്ട്സ് എന്താണ്, അവരുടെ ഡ്രീംസ് എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒന്ന് ചെന്ന് നോക്കി നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് അവർക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസിലേക്ക് നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്.
അല്ലാതെ ഒരാള് വെറുതെ എന്ത് ചെയ്യില്ല, ഒരു കാര്യം ഏറ്റെടുക്കില്ല. അവർക്ക് ഒരു ആവശ്യം തോന്നണം, അല്ലെ? അവർക്ക് ഇത് ആവശ്യമാണ്, അവരുടെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇത് എന്ന്. അത് പൈസക്കായിക്കോട്ടെ, അത് ഇനി വണ്ടി ആയിട്ടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ട് ഇത് കാണുമ്പോഴാണ് അവർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ സെഷന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അവസാനം എനിക്കുള്ള ചോദ്യം, നിങ്ങൾക്ക് റിച്ച് ആവണ്ടേ ചോദിക്കാം. റിച്ച് ആവണ്ടേ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് റിച്ച് ആവണം, നല്ല പണക്കാരനാവണം? പണക്കാരനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാഗ്രഹമൊന്നുമല്ല, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു റിച്ച്നെസ്സിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? റിച്ച് ആവണം. യെസ്, കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം, റിച്ച് ആയിട്ടുള്ള ആളുകളോടുള്ള നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണെന്നുള്ളത് ആദ്യം ചിന്തിക്കണം. റിച്ച് ആയിട്ടുള്ള ആളുകളോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഒരു പണക്കാരനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത്, അവന്റെ ഒരു കാറ്, അവന്റെ പൈസ, അവന്റെ വീട് എന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ആൾക്കാരോടുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ആദ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇതിനെ അത് റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് റിച്ച് ആവാൻ പറ്റില്ല. മനസ്സിലായോ? ആ ഒരു സാധനം റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിച്ച് ആവാൻ പറ്റില്ല. അതായത് പണക്കാരനെ കാണുമ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു തോട്ട് ഉണ്ടല്ലോ, അവൻ ഭയങ്കര പുള്ളി, അവൻ പണത്തിന്റെ ഹുങ്കാണ് എന്നൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പണക്കാരനാവാൻ പറ്റില്ല. ഇതൊരു ബേസിക് കാര്യമാണ്. അപ്പൊ പണക്കാരോടുള്ള നമ്മുടെ സമീപനം നല്ലതാണെങ്കിൽ, കാരണം നമുക്ക് പണക്കാരനാവണമെങ്കിൽ നമ്മളെ നാലാൾക്കാർ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കാണണം, അല്ലേ? അപ്പൊ നമ്മളെ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവിടേക്ക് ദൈവം എത്തിക്കുമോ? ഒരിക്കലും എത്തിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ആ പണക്കാരായിട്ടുള്ള ഓൾറെഡി എക്സ്ട്രാ പണക്കാരായിട്ടുള്ള ആൾക്കാരോടുള്ള മനോഭാവം നമ്മളൊന്ന് തിരുത്തണം. ആദ്യം അതിലൊന്ന് ക്ലാരിഫിക്കേഷൻ ഒന്ന് ചെയ്യണം, നല്ലതാവണം. എന്നാലേ നമുക്കും എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ പണക്കാരോടുള്ള റെസ്പോൺസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച്, ഇത് നല്ലതാണെങ്കിൽ മാത്രമേ നമുക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിച്ച് ആവാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതുപോലെ തന്നെ റിച്ച് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇത് നമ്മൾ എന്ത് ചെയ്യണം. ഒരിക്കലും റിച്ച് ആയിട്ട് ഞാൻ ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ റിച്ച് ആയിട്ട് ഞാൻ അതുപോലെ ആവാം എന്ന് ചിന്തിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. കാരണം അങ്ങനെ ആവാൻ പോകുന്നില്ല. നമ്മൾ ഓൾറെഡി റിച്ച് എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ നിന്നാൽ മാത്രമേ ആ റിച്ച്നെസ് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ, ആ റിച്ചിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ പണക്കാരനാണ് എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് നിങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ബിഹേവ് ചെയ്ത് നോക്കിയുമ്പോൾ നാലാൾക്കാരോട്. പൈസ ഇല്ലായിരിക്കും അക്കൗണ്ടിൽ, ഒരു രൂപ പോലും ഇല്ലായിരിക്കും, പക്ഷെ എന്നാലും പൈസ ഉള്ള ആളെ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നാൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു ഫീൽ നിങ്ങളുടെ ഉള്ളിൽ വരും. ഓട്ടോമാറ്റിക്കലി അതിലേക്ക് നിങ്ങൾ കടക്കാൻ തുടങ്ങും, നമ്മുടെ ചിന്തകൾ മാറാൻ തുടങ്ങും. അപ്പം റിച്ച് മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടായാൽ മാത്രമേ നമ്മൾ റിച്ച് ആവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. എല്ലാവർക്കും റിച്ച് ആവാൻ സാധിക്കട്ടെ. ഞാനൊരു കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഇന്ന് തുടക്കം തൊട്ട് പറഞ്ഞ പോയിന്റ് ഒന്ന്, നോ പെയിൻ നോ ഗെയിൻ ആണ്, അല്ലെ? പെയിൻ ഇല്ലെങ്കിൽ ഗെയിൻ ഇല്ല. ആ ഒരു